സഹോദരേ കഥാവസ്തുങ്ങൾ അടുത്തതായി മുരുകൻ കാട്ടക്കട അവതരിപ്പിക്കുന്ന മാമ്പഴമോ മാമ്പഴം മൽഗോവോ മാമ്പഴം എന്ന സൂപ്പർ കണ്ണിൽ ലെൻസ് വെക്കാൻ പേടിയുള്ളവർക്ക് ഇതൊരു തുടക്കമാവട്ടെ ഗൈസ്. ഒന്നുമില്ല ഗൈസ്, അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങോട്ടെങ്കിലും ഒക്കെ നോക്കി കണ്ണ് കറക്കി തിരിയുമ്പോഴത്തേക്ക് ഇതേണ്ട ലെൻസ് ഇവിടെ റെഡി ആവും ഗൈസ്. ഇന്ന് എന്നെ വാർക്കാൻ വന്നിരിക്കുന്ന രക്ഷാലാഷിലെ അഭിലാഷ് ചേട്ടനും രശ്മി ചേച്ചിയും കൂടിയാണ് ഗൈസ്. ചാച്ചനെ വാർക്കാൻ ആരുമില്ലെന്നും പറഞ്ഞ് അമ്മയെ വിളിച്ച് ചാച്ചനെ വാർപ്പിക്കുവാണ്. ഇതാണ് ഇന്നത്തെ എന്റെ മെയിൻ മേസ്തിരി രശ്മ ചേച്ചി. ചേച്ചി ചരിഞ്ഞും തിരിഞ്ഞും ഒക്കെ നോക്കുവാണ്. ശേഷം എല്ലാം തളിച്ച് കൊടുക്കുന്നുണ്ട്. കാരണം ബേസ് സോഫ്റ്റ് ആവണമല്ലോ ഗൈസ്. പോത്തിടുന്നതിന്റെ പേരൊന്നും അറിയത്തില്ലല്ലോ, എല്ലാം തിന്നാൻ തോന്നുന്നുണ്ട്. നല്ല മണമായിരുന്നു. ഈ ഒരുങ്ങിയത് നാത്തൂന്റെ കല്യാണത്തിന് വേണ്ടിയാണ്. കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ സത്യം പറഞ്ഞ 2 മാസം. അപ്പൊ താണ്ടാ വേറൊരു സാധനം എടുത്ത് വീശുന്നു. ഷഞ്ഞോ ഷിനാങ്ങിങ്ങോ എന്നൊക്കെ പറയുന്ന പോലത്തെ നമ്മുടെ ചൈനക്കാരുടെ സാധനം. ഇപ്പൊ നിങ്ങൾ ആമ്പിള്ളേർക്ക് മനസ്സിലായി ഇതൊന്നും നിങ്ങൾ പറയുന്ന പോലെ അങ്ങോട്ട് അത്ര എളുപ്പമല്ലെന്ന്. ഇതിനൊക്കെ അതിന്റേതായ നാക്ക് വേണം. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്, ഞാൻ ചോറുണ്ണാൻ പ്ലേറ്റ് എടുക്കുന്ന പോലെ ചേച്ചിക്കോ ചേച്ചിയുടേതായ ഒരു പ്ലേറ്റ് ഉണ്ട്. അതിന്റെ അകത്ത് എന്തൊക്കെയോ ചേച്ചി കൂട്ടിക്കൊഴിക്കുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ നാത്തും വന്നു. അവള് നല്ല സുന്ദരിയായിട്ടുണ്ട് ഗൈസ്. അല്ലെങ്കിൽ അവള് നല്ല സുന്ദരിയായി. എന്റെ നാത്തൂന്നായോണ്ട് ഞാൻ പറഞ്ഞതല്ല കേട്ടോ. ബ്ലഷ് ഇടുമ്പോ ചിരിക്കണോ എന്നുള്ള നിയമമാണല്ലോ. എനിക്കാണെങ്കിൽ വിശന്നിട്ടിരിക്കാൻ വയ്യായിരുന്നു. ഞാൻ വാ തുറക്കുന്ന ആകെ ഒറ്റ കാര്യത്തിനാ. ഫുഡ് ഞാൻ ചേച്ചിയോട് ചോദിക്കുന്നത് പേടിച്ചായിരിക്കും. ചേച്ചി എന്നെ തളിച്ച് വിടുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ മിണ്ടാതിരിക്കുമല്ലോ. അത് മാത്രമല്ല കണ്ണയിലൊക്കെ ഒത്തിരി പണിയുണ്ടായിരുന്നു. ഇച്ചിരി സുന്ദരിയാൻ തോന്നിയപ്പോഴത്തേക്ക് ഞാൻ എന്റെ ലാംഗ്വേജ് ഒക്കെ തന്നെ അങ്ങ് മാറ്റി. കാണുന്നവർക്ക് ഇതൊരു കുട്ടിക്കളിയാ, പക്ഷെ ഇത് ആയുധം വെച്ചുള്ള കളിയാ. അതോർത്താണ് ഞാൻ ഈ കുനിഞ്ഞിരിക്കുന്നത് താഴോട്ട്. ഇതുപോലത്തെ ഒരു വേട്ടാവളി. എനിക്ക് ഇത്ര സുന്ദരമായ കണ്ണുകൾ ഉണ്ടെന്നുള്ളത് രശ്മ ചേച്ചിയാണ് എനിക്ക് കാണിച്ചു തന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല സുന്ദരമായ കണ്ണുകൾ. നല്ലതല്ലെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പൊ കാണായിരുന്നു. 1 മണിക്കൂറത്തെ ഒച്ചയും ബഹളവും ഒക്കെ സഹിച്ച് ചേച്ചി അങ്ങനെ എന്റെ ഫേസ് മേക്കപ്പ് റെഡിയാക്കി തന്നിട്ടുണ്ട്. ഹെയർ ഞാൻ വളരെ വ്യത്യസ്തമായ രീതിയിൽ സാധാരണ എപ്പോഴും അയച്ചിടുന്ന പോലെ അങ്ങ് ഇടുവാണ് ഗൈസ്. പിന്നെ ഇതെന്റെ മന്ത്രകോടിയുടെ സാരിയാണ് ഗൈസ്. ചേച്ചിയെ ഞാൻ കാണുന്ന പുത്തമ്മനാറിന്റെ മേളിൽ നിന്ന് ഒരു കുഴിയിലോട്ട് നോക്കുന്ന പോലെയാണ്. ചേച്ചിയുടെ പ്രശ്നമല്ല, എനിക്ക് നീളം പത്തക്കോല് പോലെ കൂടിപ്പോയതിന്റെ പ്രശ്നമാണ്. അങ്ങനെ എന്റെ മേസ്തിരി രേഷ്മ ചേച്ചി എന്നെ നല്ലപോലെ വാർത്തെടുത്തിട്ടുണ്ട്. എനിക്ക് ഈ വാർപ്പ് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്യണം. രേഷ്മ ചേച്ചി മാത്രമല്ല അഭിലാഷ് ചേട്ടൻ, ഇവർ രണ്ടുപേരും ഭയങ്കര അടിപൊളി. നമുക്കൊരു ഫാമിലിയിൽ ഇരുന്ന് മേക്കപ്പ് ചെയ്യുന്ന ഫീൽ ആയിരുന്നു.